പരിണാമവാദത്തിന് അനുകൂലമായി അവതരിപ്പിക്കപ്പെടുന്ന ഫോസിൽ തെളിവുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി പരിണമിച്ചുണ്ടാകുന്നതിന് ഇടയിൽ കാണപ്പെടേണ്ട ഇന്റർമീഡിയറി ഫോസിലുകൾ അതല്ലെങ്കിൽ ട്രാൻസിഷണൽ ഫോസിലുകൾ ഒന്നും തന്നെ കണ്ടുകിട്ടിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഫോസിൽ തെളിവുകൾ ഒരു കാരണവശാലും പരിണാമവാദത്തിനുള്ള പരിണാമ വിശ്വാസത്തിനുള്ള തെളിവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും എന്നൊക്കെയാണല്ലോ ഇതുവരെ നമ്മൾ സംസാരിച്ചു വന്നത്. എന്നാൽ ചില ജീവി വർഗങ്ങൾക്ക് ഇടയിലുള്ള പ്രത്യേകിച്ച് മത്സ്യം ഉഭയജീവിയായി തീരുന്ന ഇന്റർമീഡിയറി ഫോസിൽ, അതുപോലെ തന്നെ ഉരകം പക്ഷിയായി മാറുന്ന ഇന്റർമീഡിയറി ഫോസിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഒരുപക്ഷെ പരിണാമ വിശ്വാസത്തിന്റെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വ്യാജങ്ങളും ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളും അരങ്ങേറിയിട്ടുള്ളത് ഈ ഒരു മേഖലയിലാണ്. അഥവാ ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നതിന് ഇടയിലുള്ള ഇന്റർമീഡിയറി ഫോസിലുകൾ എന്ന് പറയുന്നത് തീരെ കണ്ടുകിട്ടാതെ വന്നപ്പോൾ പല ശാസ്ത്രകാരന്മാർ അഥവാ പരിണാമ വിശ്വാസികളായ ശാസ്ത്രകാരന്മാർ ഇന്റർമീഡിയറി ഫോസിലുകൾ എന്ന പേരിൽ കൃത്രിമമായി വ്യാജമായി ഫോസിലുകൾ ഉണ്ടാക്കുകയും അവ പ്രദർശിപ്പിച്ച് ശാസ്ത്രലോകത്തെ ആകമാനം ദശകങ്ങളോളം വഞ്ചിക്കുകയും കൽപ്പിക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ പരിണാമ വിശ്വാസ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയൊന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ ഇന്നത്തെ രൂപത്തിൽ പരിണമിച്ച് ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള ഇന്റർമീഡിയറി ഫോസിലുകൾ അഥവാ മധ്യരൂപ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ടോ? എത്ര ജീവിവർഗത്തിന്റെ ഫോസിലുകൾ നമ്മുടെ കയ്യിലുണ്ട്? നമ്മൾ സൂചിപ്പിച്ചു, ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഓരോ ജീവിവർഗവും അതിന്റെ തൊട്ടടുത്ത, പിന്നീട് അതിന്റെ തൊട്ട് മുമ്പുള്ള, പിന്നീട് അതിന്റെ തൊട്ട് മുമ്പുള്ള ജീവിവർഗത്തിൽ നിന്ന് മാറി മാറി അല്പാൽപമായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്നത്തെ രീതിയിൽ എത്തിയത് എന്നാണല്ലോ പരിണാമ വിശ്വാസം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ജീവിവർഗങ്ങൾക്കും എല്ലാ സ്പീഷീസിനും അത് ഒന്ന് മറ്റൊന്നായി തീരുന്നതിന് ഇടയിലുള്ള നൂറുകണക്കിനോ ആയിരക്കണക്കിനോ മധ്യരൂപ ഫോസിലുകൾ കാണേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ജീവിവർഗങ്ങളുടെ മധ്യരൂപ ഫോസിലുകൾ ഇന്ന് ഈ പരിണാമ വിശ്വാസികൾക്ക് ശാസ്ത്രലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും? അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ചോദ്യം. നാം എങ്ങനെയെല്ലാം തപ്പി നടന്നാലും പരിണാമവാദികളുടെ മൊത്തം അവകാശവാദങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതാനും ചില ഫോസിലുകളെ കുറിച്ച് മാത്രമാണ്. ഈ വിഷയകമായി എഴുതപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില ഫോസിലുകളുടെ പേരുകൾ പറയുകയും ഇതുപോലെ ധാരാളം നൂറുകണക്കിന് ഫോസിലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശ്രമമാണ്, ഒരു വേലയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ അവതരണത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ജീവിവർഗത്തിന്റെയും ഇന്നത്തെ നിലയിലേക്കുള്ള അവസ്ഥയിലേക്ക് അവ എത്തുന്നതിന് മുമ്പുള്ള മധ്യരൂപ ഫോസിലുകൾ ലഭ്യമാണോ എന്ന് തിരഞ്ഞു നടന്നാൽ ഒരൊറ്റ ജീവിവർഗത്തിന്റെ പോലും തുടക്കം മുതൽ ഇന്നത്തെ അവസ്ഥ വരെ നീണ്ടുകിടക്കുന്ന മധ്യരൂപ ഫോസിലുകൾ കൃത്യമായി അവതരിപ്പിക്കുവാനോ അത് അടുക്കി വെച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ ഒരു പരിണാമ വിശ്വാസിക്കും ഈ കാലം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് ശാസ്ത്ര രേഖകൾ അതിന് തെളിവാണ്. പരിണാമ വിശ്വാസികളുടെ ഏതു തരത്തിലുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അവരുടെ അഭിപ്രായഗതികളോ പ്രഭാഷണങ്ങളോ പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇരിക്കട്ടെ, ഇനിയിപ്പോ സാധാരണയായിട്ട് അവതരിപ്പിക്കാറുള്ള ഇവർ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരാറുള്ള ചില മധ്യരൂപ ഫോസിലുകളുണ്ട്. ആ മധ്യരൂപ ഫോസിലുകളുടെ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഉദാഹരണമായി മത്സ്യത്തിനും ഉഭയജീവിക്കും ഇടയിലുള്ള ഒരു ഫോസിൽ, അത് കുറെ കാലമായി ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു മത്സ്യത്തിന്റെ ഫോസിലാണ്. ഇതാ നിങ്ങൾ ഈ കാണുന്ന ഫോസിലാണ് ഉഭയജീവിയുടെയും മത്സ്യത്തിന്റെയും ഇടയിലുണ്ടായിരുന്ന ഒരു ജീവി എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഫോസിൽ. ഇതിന്റെ പേര് ടിക്ടാലിക്. കാനഡയിൽ നിന്ന് 2004 കണ്ടെടുക്കപ്പെട്ട 375 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു മത്സ്യത്തിന്റെ ഫോസിലാണ് ഈ ടിക്ടാലിക്.
ലഭ്യമായ എല്ലുകളെ മുമ്പിൽ വെച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വരച്ചുണ്ടാക്കിയ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ജീവിയെ അതേ രൂപത്തിൽ ഫോസിലായി ഒരു പരിണാമ വിശ്വാസിക്കും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം കണ്ടതുപോലെയുള്ള ഒരു തലയുടെ ഭാഗവും പിന്നെ അല്പം ചില ഭാഗവും മാത്രമുള്ള ഒരു പീസ് എല്ലിൻ കഷ്ണമാണ് യഥാർത്ഥത്തിൽ ടിക്ടാലിക്കിന്റെ ഫോസിൽ എന്ന രീതിയിൽ ലഭിച്ചത്. പിന്നീട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൃത്രിമമായ ചിത്രം വരച്ചുണ്ടാക്കിയാണ് ഈ ഒരു രൂപത്തിലുള്ള ടിക്ടാലിക് എന്ന മത്സ്യത്തെ, അല്ലെങ്കിൽ മത്സ്യത്തിനും ഉഭയജീവിക്കും മധ്യയുള്ള ജീവി എന്ന പേരിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഇവർക്ക് ചില വിശദീകരണങ്ങൾ നൽകാനുണ്ട്. കണ്ടോ, ഇതിന്റെ ശരീരത്തിൽ മത്സ്യങ്ങളെപ്പോലെ ശൽക്കങ്ങളും ചെകിളയുമുണ്ട്. എന്നാൽ അതിന്റെ തല മുതലയുടേതുപോലെയാണ്. ചിറകുകൾ വെള്ളത്തിലൂടെ നീന്താൻ സഹായിക്കുമെങ്കിലും അതിൽ കട്ടിയുള്ള എല്ലുകൾ കാണപ്പെടുന്നുണ്ട്. അവ നിലത്തൂന്നി ശരീരത്തെ താങ്ങി നിർത്താൻ സാധിക്കും. മത്സ്യം കരയിൽ ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവിയായി മാറുന്നതിന്റെ തെളിവാണിത്. ഇങ്ങനെയൊക്കെയാണ് ഈ എല്ലിൻ കഷ്ണം അഥവാ ഫോസിൽ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പരിണാമ വിശ്വാസികളുടെ വിശദീകരണങ്ങൾ. ഇതിന്റെ ശരീരത്തിൽ ശൽക്കങ്ങളുണ്ട്. മത്സ്യത്തിന്റെ ശരീരത്തിൽ ശൽക്കമുണ്ട്, ഇതിന്റെ ശരീരത്തിലും ശൽക്കമുണ്ട്. പക്ഷെ ഇതിന്റെ തല മത്സ്യത്തിന്റെ തലയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മുതലയാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മുതലയുടെ തലയായി പരിണമിക്കുന്ന തരത്തിലുള്ള ഒരു പാതി വഴിയിൽ കിടക്കുന്ന തലയാണ് ഇതിന്റെ തലയായിട്ടുള്ളത്. അതിനേക്കാൾ സുപ്രധാനമായി പറയുന്നത് ഇതിന്റെ ചിറകുകൾ, പ്രത്യേകിച്ച് ഫോസിലുകളിൽ ഈ കിട്ടിയിരിക്കുന്ന ഫോസിലില് മുൻഭാഗത്തുള്ള ചിറകിന്റെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ ഭാഗം നല്ല കട്ടിയുള്ള എല്ലുകളുണ്ട്. ആ ചിറക് നിലത്ത് ഊന്നി ശരീരത്തെ ഭൂമിയിൽ നിന്ന് പൊക്കിപ്പിടിച്ച് നടക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഈ ജീവിയുള്ളത് എന്നാണ് ഈ ഫോസിൽ വെച്ച് ഇവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ശരീരത്തിൽ ശൽക്കമുണ്ട്. ഫോസിലിൽ ശൽക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ശൽക്കമുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതിന്റെ തല ഏകദേശം മുതലയുടേത് പോലെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചിറകിലെ കട്ടിയുള്ള എല്ലുകൾ കണ്ടിട്ട് ഇതിന്റെ ചിറക് മുൻ കൈകളായി രൂപപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതാണ് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ച് ഉഭയജീവിയായി മാറിയത് എന്ന് പറഞ്ഞാൽ അത് ഫോസിലിലുള്ള കാര്യമേ അല്ല. ഇത് ഉഭയജീവിയായി പിന്നീട് കരയിൽ കയറി ജീവിച്ചു എന്നതൊക്കെ വെറും ഊഹം മാത്രമാണ്, ഊഹിച്ചുണ്ടാക്കിയതാണ്. ഒരു മത്സ്യത്തിന്റെ പാതി വരുന്ന കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുന്നു. അതിന്റെ ചിറകിന്റെ ഭാഗത്ത് കട്ടിയുള്ള എല്ലുള്ളത് പോലെ അനുഭവപ്പെടുന്നു. ഇത്ര മാത്രമേ അതിലുണ്ടായിട്ടുള്ളൂ. അത് കാണുമ്പോഴേക്ക് പിന്നീട് കഥകൾ ചമച്ച് ഇത് കരയിൽ ജീവിക്കാൻ വേണ്ടി ഇതിന്റെ കൈകൾക്ക് കട്ടി കൂടിയെന്നും അങ്ങനെ അത് കരയിലേക്ക് വന്നുവെന്നും അങ്ങനെ അതിൽ നിന്ന് ഉഭയജീവി ഉണ്ടായി എന്നുമൊക്കെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ടിക്ടാലിക് എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള ഈ ഫോസിലിനകത്ത് ഇത് പരിണാമത്തിന്റെ പാതിയിലുള്ള സാധനമായിരുന്നുവെന്നോ ഇതാണ് പിന്നീട് ഉഭയജീവിയായതെന്നോ തെളിയിക്കുന്ന ഒന്നും അതിനകത്തില്ല. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് ഒബ്സർവർ ബയാസ് എന്നാണ് പറയാം. ഒരു ഒബ്സർവറുടെ ബയാസ് ആണ്, അയാളുടെ മുൻവിധിയാണ്. എന്ത് എല്ലിൻ കഷ്ണം കിട്ടിയാലും അത് പരിണാമത്തിന്റെ തെളിവാണല്ലോ എന്നൊരു പരിണാമ വിശ്വാസിക്ക് തോന്നും. എങ്ങനെയെങ്കിലും ഏതു വിധേനയെങ്കിലും തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിണാമത്തെ ഭൂമിയിൽ സ്ഥാപിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ നടക്കുന്ന ഒരാൾക്ക് പിന്നെ കണ്ണിൽ കാണുന്ന ഏത് സാധനവും അത് പരിണാമത്തിന്റെ തെളിവായിട്ടാണ് അനുഭവപ്പെടുക. ഒബ്സർവർ ബയാസ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഒരു തരം മാനസിക അവസ്ഥയാണിത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാ. ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ കാണുന്നതെല്ലാം അതെന്നു തോന്നും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ല് പറയാറുണ്ട്. ഏതാണ്ട് ഇതാണ് ഈ ഒബ്സർവർ ബയാസ് എന്ന് പറയുന്നത്. പരിണാമവാദിയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലും ഒരു എല്ലിൻ കഷ്ണം കിട്ടുന്നു, ആ എല്ലിൻ കഷ്ണം അവൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഇത് വെച്ചെങ്ങനെയാണ് പരിണാമ വിശ്വാസത്തിന് ഒരു തെളിവുണ്ടാക്കുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ
എല്ലാം അതിന് തെളിവായിട്ടാണ് അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവർ ബയാസ് എന്നതിൽ കവിഞ്ഞ് ഈ കിട്ടിയിരിക്കുന്ന ടിക്ടാലിക് എന്ന് പറയുന്ന എല്ലിൻ കഷണത്തിന് അഥവാ ഫോസിലിന് പരിണാമത്തെ തെളിയിക്കാനോ മത്സ്യം ഉഭയജീവിയായി മാറിയതിന്റെ തെളിവാണ് ഇത് എന്ന് പറയാനോ ശാസ്ത്രീയമായ ഒരു പിന്തുണയും ഇതിനില്ല. ഇനി അതിന്റെ ചിറകുകൾക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു അഥവാ കട്ടിയുള്ള എല്ലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇനി നമ്മൾ ഊഹിച്ചു നോക്കാം. അതെ, ഇങ്ങനെ ഒരു മത്സ്യം വെള്ളത്തിൽ ജീവിച്ചിരുന്നു. അത് ചിലപ്പോഴെല്ലാം കരയിൽ കയറി കട്ടിയുള്ള എല്ലുള്ള ചിറക് നിലത്ത് ഊന്നി സ്വന്തം ശരീരത്തെ ചലിപ്പിച്ചിരുന്നു, അത് നടന്നിരുന്നു. സങ്കല്പിക്കാം, ആവട്ടെ, അതിലെന്താണ്? അതുകൊണ്ട് അതാണ് ഉഭയജീവിയായത് എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ടിക്ടാലിക്കിനെ കുറിച്ച് പറയുന്ന ഭൂമിയിൽ അത് ശരീരം ഊന്നി നടന്നിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താന്ന് വെച്ചാല് 375 ദശലക്ഷം വർഷം മുമ്പാണ് ഇത് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത്ഭുതങ്ങളും അതിഭാവുകത്വങ്ങളും കലർത്തിയിട്ടാണ് ഇവരിത് അവതരിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയാം, ഇവർ ഈ പറയുന്ന തരത്തിലുള്ള മത്സ്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. കരയിൽ കയറുകയും കരയിലൂടെ സഞ്ചരിക്കുകയും അന്തരീക്ഷ വായു ശ്വസിക്കുകയും ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തിലേക്ക് നടന്നു നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന മത്സ്യങ്ങൾ ഇന്നും നമ്മുടെ പ്രദേശങ്ങളിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഒരു 375 ദശലക്ഷം വർഷമുള്ള ഒരു എല്ലിൻ പീസ് കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കരമായിരുന്നു, ഇത് കരയിലൂടെ നടന്നിരുന്നു, ഇത് അങ്ങനെ സഞ്ചരിച്ചു, ഇങ്ങനെ സഞ്ചരിച്ചു, അന്തരീക്ഷ വായു ശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ് 375 കൊല്ലം വർഷം മുമ്പുള്ള ഒരു പീസ് കൊണ്ടുവന്നിട്ട് ഇത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഇതേ ജീവിച്ചിരിക്കുന്ന സാധനങ്ങൾ ധാരാളമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും കാണപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ. അത് ഉഭയജീവിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമ വിശ്വാസികളുടെ കയ്യിൽ ഒരു തരത്തിലുള്ള തെളിവുമില്ലെന്നും എന്തിന്റെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമ്പോഴേക്ക് അത് പിടിച്ചു കയറി പരിണാമത്തെ തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ചില സർക്കസ് വിദ്യകൾ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിന്റെ പേര് നോർത്തേൺ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. ഇതും ചൈന, റഷ്യ, വടക്കൻ കൊറിയ, തെക്കൻ കൊറിയ, അമേരിക്കയിലെ തന്നെ പെൻസിൽവാനിയ, വെർജീനിയ, മെറിലാൻഡ്, നോർത്ത് കരോളിന, അർക്കൻസസ്, മിസിസിപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു മത്സ്യമാണിത്. നാട്ടുകാരതിനെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ തല പാമ്പിൻ്റെത് പോലെയാണ്. പാമ്പിന്റെ പോലെ തലയുള്ള മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തെ പുഴകളിൽ ഉണ്ട്, തോടുകളിൽ നമുക്ക് കാണാവുന്നതാണ്. പണ്ട് ടിക്ടാലിക്കിന്റെ തല അത് വേറെ ഒരു മുതല പോലെയാണോ പാമ്പ് പോലെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിണമിച്ചു വന്നു എന്നൊക്കെ കഥയുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചേറുമീൻ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്. അത് ഈ പറയുന്ന നോർത്തേൺ സ്നേക്ക് ഹെഡിന്റെ ഒരു ബന്ധുവാ. ഒരു ജലാശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇവ കരയിലൂടെ ഇഴഞ്ഞു സഞ്ചരിക്കും. വെള്ളത്തിന് പുറത്ത് അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. 375 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്നൊക്കെ അത്ഭുതത്തോടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ടിക്ടാലിക് എന്ന് പറയുന്ന ഈ ഫോസിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു മത്സ്യം, ഇതും ഈ നോർത്തേൺ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്ന മത്സ്യവും തമ്മിൽ എന്താ ഇത്ര വലിയ വ്യത്യാസമുള്ളത്? അതിന്റെ തലയും ഇതിന്റെ തലയും മത്സ്യത്തിന്റെ തലയിൽ നിന്ന് വ്യത്യസ്തമാണ്. പാമ്പിന്റേത് പോലെയാണ് നോർത്തേൺ സ്നേക്ക് ഹെഡ്. അതുപോലെ ഇത് കരയിൽ കയറി ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്ന മത്സ്യമാണ്. അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാനുള്ള കഴിവ് പോലും ഈ മത്സ്യത്തിനുണ്ട്. പിന്നെന്തിന് 375 ദശലക്ഷം വർഷം മുമ്പേക്ക് പോയി ഒരു എല്ലിന്റെ പീസുമായിട്ട് തിരിച്ചു വരുന്നത്? ഈ സാധനം ഇന്നും ഉള്ളതാണ്. ഇതുപോലെ ഒരു മത്സ്യം പണ്ടും ജീവിച്ചിരുന്നു എന്നല്ലാതെ അത് കണ്ടില്ലേ, ഇത് മാറിയിട്ടാണ് പിന്നീട് ഉഭയജീവികൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലും ഇത് വെച്ച് വഞ്ചിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇത് നോർത്തേൺ സ്നേക്ക് ഹെഡിൽ മാത്രം അവസാനിക്കുന്നതല്ല. ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ദക്ഷിണേഷ്യയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഈ മത്സ്യങ്ങളെ വാക്കിംഗ് കാറ്റ് ഫിഷ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇവയ്ക്ക് പ്രാദേശികമായി പല പേരുകളുമുണ്ട്. കരയിലൂടെ നടക്കുകയും അന്തരീക്ഷ വായു ശ്വസിച്ച് ജീവിക്കുകയും ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. പരിണാമവിശ്വാസികൾക്ക് ഇവയെ ഉയർത്തിക്കാട്ടിയും നല്ലൊരു കള്ളക്കഥയുണ്ടാക്കാനുള്ള വകയുമുണ്ട്. അപ്പൊ കരയിൽ കയറുകയും കരയിലൂടെ സഞ്ചരിക്കുകയും അന്തരീക്ഷ വായു ശ്വസിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും കാണപ്പെടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്നിരിക്കെ 375 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ച ഒരു
മത്സ്യത്തിന്റെ എല്ല് പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇത് ഒരു ഇന്റർമീഡിയറി ഫോസിലാണ്, ഇതാണ് പിന്നീട് ഉഭയജീവിയായത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പരിണാമ വിശ്വാസികളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ഇതേ ക്വാളിറ്റിയുള്ള, ഇതേ സ്വഭാവങ്ങളുള്ള, ഇതേ ശാരീരിക പ്രകൃതിയുള്ള മത്സ്യങ്ങൾ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. അത് കണ്ടിട്ട് പരിണാമ വിശ്വാസി വിശ്വസിക്കേണ്ടത് എന്തെന്നാൽ പണ്ട് ഭൂമിയിലുണ്ടായിരുന്ന ഇതുപോലെ ഒരു മത്സ്യത്തിന്റെ ഫോസിലാണ് കിട്ടിയത് എന്ന് മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ. പിന്നെ ആ ഫോസിലിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് അത് മാറി, അത് പരിണമിച്ച് പിന്നീട് ഉഭയജീവിയായി എന്നൊന്നും പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, ഒരു ബുദ്ധിയുമില്ല, ഒരു ശാസ്ത്രവുമില്ല. കഴിഞ്ഞിട്ടില്ല. ഒരു മത്സ്യത്തെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് മൂന്നാമത്തെ മത്സ്യം. ആഫ്രിക്ക മുതൽ പോളിനേഷ്യ വരെയും അതുപോലെ ആസ്ട്രേലിയയിലും മറ്റും കണ്ടുവരുന്ന ഒരു മത്സ്യമാണിത്. ഇതിന്റെ പേര് മഡ് സ്കിപ്പർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ മണ്ണിലൂടെ നിരങ്ങി നീങ്ങിയും ത്വക്കിലൂടെ അഥവാ ശരീരത്തിലെ തൊലിയിലൂടെയും വായിലെ നേർത്ത സ്തരത്തിലൂടെയും കണ്ഠനാളിയിലൂടെയും അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിവുള്ള ഒരു മത്സ്യമാണിത്. ഇതിന്റെ കണ്ണുകൾ തവളയുടേതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയും ചിമ്മി തുറക്കാൻ കഴിയുന്നവയുമാണ്. മരത്തിലും മറ്റും കയറിയിരിക്കാനും ഈ മത്സ്യത്തിന് സാധിക്കും. മൊത്തത്തിൽ നോക്കിയാൽ മത്സ്യം ഉഭയജീവിയായി പരിണമിക്കുന്നതിന്റെ അത്യുഗ്രൻ മധ്യരൂപി എന്ന് വേണമെങ്കിൽ ഇതിനെ നോക്കിയിട്ട് പറയാം. ഇത് വെച്ച് പരിണാമത്തിന് മറ്റൊരു കഥ കൂടി മെനഞ്ഞുണ്ടാക്കിയാൽ പരിണാമ വിശ്വാസികൾക്ക് വളരെ സന്തോഷമായിരിക്കും. ചുരുക്കത്തിൽ മത്സ്യത്തിനും ഉഭയജീവികൾക്കും മധ്യേ ഉണ്ടായിരുന്ന ഇന്റർമീഡിയറി അല്ലെങ്കിൽ ട്രാൻസിഷണൽ ഫോസിൽ എന്ന പേരിൽ ഇന്ന് പരിണാമ വിശ്വാസികൾ പൊക്കിപ്പിടിച്ച് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടിക്ടാലിക് ഫോസിൽ അതൊരു മത്സ്യത്തിന്റെ ഫോസിലാണ് എന്ന് മനസ്സിലാക്കുക മാത്രമേ ഇന്ന് നമുക്ക് സാധ്യമുള്ളൂ. കാരണം ഇതേപോലെ ഇതേ സ്വഭാവമുള്ള ഏതാണ്ട് ഇതേ രൂപത്തിലൊക്കെയുള്ള മത്സ്യങ്ങൾ ഇന്നും നമ്മുടെ പുഴകളിലും നദികളിലും മറ്റുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, അന്തരീക്ഷവായു ശ്വസിക്കുന്നുണ്ട്. ഈ അവസാനം മൂന്നാമതായി നമ്മൾ പറഞ്ഞ മത്സ്യം അത് മരത്തിൽ കയറി ഇരിക്കും. ഇതിൽ പല മത്സ്യങ്ങളും ബോട്ടിലും കപ്പലിലും കയറുകയും ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുക വരെ ചെയ്യുന്നുണ്ട് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും വലിയൊരു അത്ഭുതമുള്ള സംഗതികളല്ല. ഇത് ഭൂമിയിൽ ഇന്നുള്ള മത്സ്യമാണ്. ഇതുപോലൊരു മത്സ്യം പണ്ടുണ്ടായിരുന്നു എന്നല്ലാതെ ഈ എല്ലിൻ തുണ്ടം വെച്ചിട്ട് മത്സ്യം മാറിയിട്ടാണ് ഉഭയജീവി ഉണ്ടായതെന്ന് പറഞ്ഞാൽ പരിണാമ വിശ്വാസികളൊക്കെ അത് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കഥകളും ഇത്തരത്തിലുള്ള അമ്മൂമ്മ കഥകളും വിശ്വസിക്കാൻ വളരെ പ്രയാസം തന്നെയാണ്.